ഹായ്, ഇന്ന് ജനുവരി 6-ാം തീയതി മംഗലാപുരത്തുള്ള ഉണ്ണീശോ പള്ളിയിൽ നൊവേന തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. എല്ലാ വർഷവും 5-ാം തീയതി നൊവേന തുടങ്ങും. 5-ാം തീയതി ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, അപ്പോൾ എനിക്ക് നൊവേനയ്ക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് തൊട്ട് എല്ലാ ദിവസവും നൊവേനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നൊവേനയ്ക്ക് പോവുകയാണ്. മംഗലാപുരത്ത് നമ്മുടെ നന്തൂർ സർക്കിൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റോപ്പ് ബിക്കൻകട്ടയിലാണ് നമ്മുടെ ഉണ്ണീശോ പള്ളിയുള്ളത്. എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് സാധിച്ച് കിട്ടുന്നൊരു നല്ലൊരു ഉണ്ണീശോ പള്ളിയാണിത്. 4-ാം തീയതി വൈകുന്നേരം ഒരു പ്രദക്ഷിണമൊക്കെ ആയിട്ട് കുറേ ഹൊറക്കാണിക്കയെന്ന് പറയും. നമ്മൾ ഇവിടെ ഉള്ളവരെല്ലാം കുറേ പച്ചക്കറികളും അരി സാധനങ്ങളെല്ലാം പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കും. അതെല്ലാം കൂടി വലിയ ഓരോരുത്തർ ഓരോ വണ്ടിക്കകത്ത് നിറച്ചും സാധനങ്ങളായിട്ട് കുലശേഖര എന്ന് പറയുന്ന അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ കൊണ്ടുപോയില്ല. എന്നിട്ട് അവിടുന്ന് ഹോറക്കാണിക്കയായിട്ട് ബൈക്കിലും ഓട്ടോറിക്ഷയ്ക്കകത്തും പിക്കപ്പിൻ്റെ അകത്തും ഒക്കെ ആയിട്ട് എല്ലാ സാധനങ്ങളും ഒരു പ്രദക്ഷിണം പോലെ പോയിട്ട് പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കും. അത് ഓരോരുത്തരുടെ നേർച്ചയാണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒത്തൊരുമിച്ച് അവരെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളെല്ലാം പള്ളിയിൽ കൊണ്ടുപോയി എത്തിക്കും. ഇവിടുന്നൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, ഒത്തിരി ഹിന്ദുസൊക്കെ ഒരു പിക്കപ്പ് നിറച്ചും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി പള്ളി കൊടുക്കും. എന്നിട്ട് എല്ലാ ദിവസവും നൊവേന 9 ദിവസമാണ്. 5-ാം തീയതി തുടങ്ങും, 13-ാം തീയതി വരെ നൊവേന, 14-ഉം 15-ഉം പെരുന്നാൾ. 9 ദിവസത്തെ നൊവേനയ്ക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറുണ്ട്. ഞാനിപ്പോൾ പോകുന്നത് 10:30 മണിക്ക് ഉള്ള കുർബാനയും നൊവേന, 10:30ക്ക് കൊങ്ങണിയിലുള്ള കുർബാനയുണ്ട്. അത് കഴിയുമ്പോൾ നൊവേന ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ചോറ് കൊടുക്കാൻ തുടങ്ങും. നല്ല അടിപൊളി ചോറാണ്. അത് നമ്മുടെ നേർച്ച. ഞാൻ പള്ളിയിലെത്തിയപ്പം ആൾറെഡി ഇന്ന് ഇച്ചിരി ലേറ്റായി. പള്ളിയിലെത്തിയപ്പം വണ്ടികളും എല്ലാം നിറച്ചും പള്ളിയിൽ കുർബാന തുടങ്ങി. നോക്കി എന്തോരം വണ്ടികളും എന്താൾക്കാരാണ്. ഇന്നിപ്പം തിങ്കളാഴ്ചയാണ്, എല്ലാ ദിവസവും ഇതുപോലെയാണ്. മുന്നോട്ട് പോകുന്നതോറും തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെ ആൾക്കാർ കൂടുതൽ. പെരുന്നാളിൻ്റെ ഒന്നും നമുക്കിവിടെ ഒന്നും കയറാൻ പറ്റിയില്ല. ഇച്ചിരി ഒരു കുന്നുംപുറത്തായിട്ടാണ് ഈ നമ്മുടെ ഉണ്ണീശോ പള്ളി ഉള്ളത്. ചുറ്റിനും നല്ല മാവിൻ്റെ മരങ്ങളും നല്ലൊരു ആംബിയറാണ് അവിടെ കാണാനും, നല്ലൊരു വെതറും ഒക്കെയാണ്. ഇപ്പോൾ പള്ളിയിലേക്ക് ചെന്നപ്പം പള്ളി അകത്ത് നിറച്ചും ആൾക്കാരാണ്. പുറത്തൊക്കെ ഇതുപോലെ പന്തലൊക്കെ ഇട്ട് കശാരകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പം പോയി അവിടെ ഒരു ഉണ്ണീശോയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമുക്കിപ്പം അരി, പച്ചക്കറികൾ, സാധനങ്ങൾ, തേങ്ങ അങ്ങനത്തെ ഹൊറക്കാണിക്കയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഉണ്ണീശോയുടെ മുമ്പിലാണ് വെക്കുന്നത്. അപ്പം ഞാനിപ്പോൾ പള്ളിയുടെ അടുത്തേക്ക് ചെന്നപ്പം പുറത്തൊക്കെ കുറച്ച് കശാരകളൊക്കെ ഇങ്ങനെ ഉണ്ട്, അകത്തൊക്കെ നിറച്ചു ആളാ. സൈഡിൽ കൂടെ അപ്പുറ സൈഡിലും ഇപ്പം സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നൊവേനയ്ക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഉണ്ണീശോയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടെ സൈഡിൽ ഒരു കശാര പുറത്ത് ഇരുന്ന് കുർബാനയും നൊവേനയും കൂടാൻ പോവാം. അപ്പം കുർബാനയും നൊവേനയും കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് കാണിക്കാം. എന്ന് വെച്ചാൽ കുർബാനയും നൊവേനയുടെ ഇടയ്ക്ക് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നില്ല. ഉണ്ണീശോയുടെ അടുത്ത് ചെന്ന് ഉണ്ണീശോയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഉണ്ണീശോയുടെ അവിടെ താഴെ കണ്ടോ, നിങ്ങൾക്ക് കാണാം കുറേ അരിച്ചാക്കുകളും ഇങ്ങനെ സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ നേർച്ച ഉള്ളവർക്കൊക്കെ ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടെ ഉണ്ണീശോയുടെ പാദത്തിൽ സമർപ്പിക്കാം. അതൊക്കെ ആയിരിക്കും അവരെടുത്തിട്ടിപ്പം ഫുഡൊക്കെ എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ പോയിരുന്ന് കുർബാനയും നൊവേനയും കൂടാം. അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിക്കാവേ. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം കുർബാന കഴിഞ്ഞു, നൊവേനയും കഴിഞ്ഞു കഴിഞ്ഞപ്പം ഉണ്ണീശോയുടെ രൂപങ്ങൾ പള്ളിയുടെ ചുറ്റും രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ണീശോയുടെ അടുത്തൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനി നെക്സ്റ്റ് നമ്മൾ അപ്പുറത്ത് സൈഡിൽ പള്ളിയുടെ അപ്പുറ സൈഡിൽ ഇതുപോലെ ഉണ്ണീശോയുടെ രൂപവും പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം കുറേ അച്ഛന്മാർ അവിടെ നിന്ന് നമുക്ക് തലയിൽ പിടിച്ച് പ്രാർത്ഥിക്കാൻ അച്ഛന്മാർ നിൽപ്പുണ്ടാവും. നമുക്കവിടെ പോയി നമുക്കവിടെ ലൈനിൽ നിന്നിട്ട് തലയെ പിടിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കാം. സൈഡിൽ തിരികളൊക്കെ വിൽക്കുന്നുണ്ട്. അവിടെ തിരിയൊക്കെ മേടിച്ച് നമുക്ക് അപ്പുറത്ത് ആ ഉണ്ണീശോനിരിക്കുന്ന ഇപ്പുറത്തെ സൈഡിലായിട്ട് പോയിട്ട് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാം. ഞാനിപ്പം ഇവിടെ ഒരു ഉണ്ണീശോയുടെ രൂപമുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഇതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ കുർബാനയും നൊവേനയും ഉണ്ട്. 4 മണിക്ക് എല്ലാ വ്യാഴാഴ്ചയും 4 മണിക്കാണ് ഇവിടുത്തെ മലയാള കുർബാനയുണ്ട്. അത് കഴിഞ്ഞ് നൊവേനയുണ്ട്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും ഞാനിവിടെ ഉണ്ണീശോ പള്ളിയിൽ പോയി മംഗലാപുരത്തുള്ള സമയത്തെല്ലാം ഞാൻ ഉണ്ണീശോ പള്ളിയിൽ കുർബാനയ്ക്കും നൊവേനയ്ക്കും പോകാറുണ്ട്. ഇനി ഇവിടെ ഉണ്ണീശോയുടെ അടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് പോകാം. അവിടെയാണ് ഫുഡ് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഫുഡ് കൊടുക്കാൻ പോകുന്ന സ്ഥലമൊക്കെ ഉണ്ട്. എന്ത് നല്ല രസം, നല്ല മാവിൻ്റെ മരങ്ങളൊക്കെയാണ് ഈ പള്ളിയുടെ ചുറ്റുമുള്ളത്. മാങ്ങയൊക്കെ ആവുന്ന കാലത്ത്
ഒത്തിരി മാങ്ങയൊക്കെ ആയിക്കിട്ട് നല്ലൊരു നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് പാപ്പൻ്റെ ഒരു രൂപമൊക്കെ നിർത്തിയിട്ട് അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ചോറുണ്ണാൻ ഒരു താഴോട്ട് ഇറങ്ങിപ്പോണം. അവിടെ കണ്ടപ്പോൾ നല്ല രസം തോന്നി. വേറെ രീതിയിൽ കുറേ സ്റ്റാറുകളൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് 2 സൈഡിലായിട്ടും ഇതുപോലെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്റ്റാറുകൾ. എന്നിട്ട് കുറച്ചുകൂടെ താഴോട്ട് ചെന്ന് കഴിയുമ്പം അവിടെയും ഒരു കുറച്ച് നല്ല ഒത്തിരി മാവിൻ്റെ മരങ്ങളുടെയൊക്കെ നടുക്കായിട്ടാണ് ഇങ്ങനെ പന്തലിട്ടിട്ട് ചോറിൻ്റെ വ്യവസ്ഥ ആൾക്കാർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 1000-1500 പേരെങ്കിലും ഊണ് കഴിക്കുമായിരിക്കും എന്ന് തോന്നുന്നു. അത്രയും വലിയൊരു ഫെസിലിറ്റിയാണ്. ഇപ്പം ഇവിടുന്ന് ഞാൻ ചെന്നപ്പോഴത്തേനും ആൾക്കാരൊക്കെ ഒത്തിരി പേര് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 11 മണി ഇപ്പം നമ്മുടെ കുർബാനയും നൊവേനയും എല്ലാം കഴിയുമ്പോഴത്തേനും ഒരു 11:30 ആകും. ആ 10:30 കുർബാന കഴിഞ്ഞ ഉടനെ ചോറ് കൊടുക്കാൻ തുടങ്ങും. പിന്നെ നൊവേനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ചോറുണ്ണാം. അപ്പം ഞാനിങ്ങനെ ചോറ് മേടിക്കാനായിട്ട് പോവുക. അവിടെ ആ അറ്റത്താണ് ആൾക്കാരൊക്കെ ചോറ് മേടിച്ച് ചോറ് കഴിക്കാൻ തുടങ്ങി. കശാലകളൊന്നുമില്ല, കുറച്ച് ഏജായവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി കുറച്ച് കശാലയൊക്കെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ പോയി ഫുഡ് മേടിച്ചിട്ട് വന്ന് എവിടെയെങ്കിലുമൊക്കെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കൈയൊക്കെ കഴുകാം. ഇപ്പം ഞാൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. പച്ചക്കറിയാണ്. ഇവിടെ മംഗലാപുരത്തുള്ള ബ്രാഹ്മിൺസ് ഒക്കെ വെക്കുന്ന ഒരു തരം ഫുഡാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്നാന്ന് വെച്ചാൽ നല്ല കുത്തരി ചോറും ഞാൻ കാണിക്കാവേ. നല്ല അടിപൊളി കുത്തരി ചൂട് ചോറ് നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. നല്ല അടിപൊളി കുത്തരി ചോറും ഒരു തക്കാളി രസവും. ഈ രസമൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയോ. പിന്നെ ഉരുളക്കിഴങ്ങും ഈ പരിപ്പും വൻപയറും കൂടെ ഇട്ടിട്ട് വെച്ച ഒരു കറിയും പിന്നെ കടലയും നമ്മുടെ കോവയ്ക്കയും. ഇത് ഈ മംഗലാപുരത്തൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ്. കോവയ്ക്കയും കടലയും കൂടി ഇട്ടൊരു കറി, പിന്നെ അച്ചാറും. ഇതിത്രയാണ് ഇന്നത്തെ മെനു. അപ്പം ഞാനൊരു സൈഡിൽ പോയിരുന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ നോൺ വെജ് ഒന്നുമല്ല, അത്ര ടേസ്റ്റാണ്. അത് നമ്മുടെ ഉണ്ണീശോയുടെ നേർച്ചയും കൂടെയാണല്ലോ ഇത്. അപ്പം ഞാൻ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണിക്കാം. നല്ല ചോറും ഒരു ടൊമാറ്റോ രസവും കോവയ്ക്കയും കടലയും ഇട്ടൊരു കറിയും ഉരുളക്കിഴങ്ങും വൻപയറും ഇട്ടൊരു കറിയും അച്ചാറും ഒക്കെ കൂട്ടി വയറ് നിറച്ച് ചോറുണ്ടു. എൻ്റെ പ്ലേറ്റ് കണ്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഫുഡ് കഴിക്കാൻ, ഈ വെജ് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പം പാത്രം അവിടെ സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ കൈ കഴുകാനുള്ള വ്യവസ്ഥയൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് ആൾക്കാരൊക്കെ എല്ലാവരും പള്ളി വരുന്നവരെല്ലാവരും ആർക്ക് വേണേലും വന്ന് ഫുഡ് കഴിക്കാം. വരുന്നവരെല്ലാവരും വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഈ 9 ദിവസവും ഇവിടെ ഫുഡുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 4-4:30 വരെയൊക്കെ ഫുഡ് കൊടുക്കും, 11 മണി തൊട്ട്. പിന്നെ കുറേ ബാക്കിയാകുന്ന ഫുഡൊക്കെ വൈകുന്നേരം ചെല്ലുന്നവർക്കൊക്കെ അവർ പാക്ക് ചെയ്ത് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഫുഡൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ചെല്ലുന്നവർക്കത് പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നമുക്ക് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ടിട്ട് പ്ലേറ്റ് കൊണ്ടുപോയി വെക്കാം. എൻ്റെ ഇപ്പോൾ ഒരു തരി പോലും വേസ്റ്റില്ല. അത് കാരണം പ്ലേറ്റ് ഞാൻ ഡയറക്റ്റായിട്ട് കൊണ്ടിട്ട് ട്രേക്കകത്തേക്ക് വെച്ചിട്ട് അവിടെ പോയി കൈയൊക്കെ കഴുകി. ഇനി കൈയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പം എല്ലാവർക്കും ഇഷ്ടം പോലെ കുടിക്കാനായിട്ട് ബിസ്ലറി വെള്ളത്തിൻ്റെ വ്യവസ്ഥയും ചെയ്തിട്ടുണ്ട്. വേറെ ഇങ്ങനത്തെ ടാപ്പ് വെള്ളമൊന്നുമല്ല, നല്ല ബിസ്ലറിയുടെ വെള്ളം. കൈയൊക്കെ കഴുകാനൊക്കെ നല്ല ഫെസിലിറ്റിയാണ്. എത്ര പേർക്ക് വേണേലും കൈ കഴുകാനൊക്കെ നല്ല ഫെസിലിറ്റിയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് വെള്ളം കുടിച്ചു. വെള്ളമാണെങ്കിലും എത്ര പേർക്ക് വേണേലും കുടിക്കാവുന്ന വ്യവസ്ഥയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. വന്ന് വെള്ളമൊക്കെ കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് നമുക്ക് നല്ല അടിപൊളി പായസം കിട്ടും ഇവിടെ. അതാണ് നല്ല ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പായസമാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് എന്തോരം വേണേലും എടുത്ത് കഴിക്കാം. ഒരു ഗ്ലാസ് പായസം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വയറൊക്കെ നിറയും. ഇന്ന് ഞാനിപ്പം ചോറൊക്കെ കൊണ്ട് വയറ് നിറഞ്ഞു, എന്നാലും എനിക്ക് ആ പായസം കുടിക്കണമെന്ന് ഭയങ്കര കൊതിയ. ഞാനിപ്പോൾ 3 വർഷമായിട്ട് അടുപ്പിച്ച് എല്ലാ പ്രാവശ്യം നൊവേനയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ ഉണ്ടിട്ട് വയറ് നിറഞ്ഞു, വെള്ളം കുടിച്ചു, എന്നാലും എനിക്ക് ആ പായസം കഴിക്കാൻ അതേപോലെ ടേസ്റ്റാണ് ആ പായസത്തിന്. വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനിപ്പം പായസം കഴിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ഇങ്ങനത്തെ നമ്മുടെ പേപ്പറിൻ്റെ ഗ്ലാസിൻ്റെ അകത്ത് പായസം ഒഴിച്ചിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാകും. ആവശ്യമുള്ളവർക്കൊക്കെ പോയി എത്ര വേണേലും എടുത്ത് കഴിക്കാം നമുക്ക്. ഇപ്പം ഞാൻ വന്ന് ഇവിടെ പായസം എടുത്ത് കഴിക്കും. ഇന്ന് കടലപ്പരിപ്പിൻ്റെ പായസമായിരുന്നു.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ പായസം നല്ല ടേസ്റ്റാണ്. എന്തോരാണെങ്കിലും നമുക്കിത് കുടിച്ചാൽ മതിയാകില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പായസം എടുത്ത് അവിടെ ഒരു സൈഡിൽ നിന്ന് പായസവും കുടിച്ചിട്ട് അപ്പം ഇന്നത്തെ കഴിഞ്ഞു. ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കും ഞാൻ പള്ളിയുടെ പരിസരങ്ങളൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു സൈഡിൽ നമുക്ക് ആരാധനയുടെ ഒരു രൂപമൊക്കെ വെച്ച് ആരാധന ആയിക്കൊണ്ട് അവിടെ പോയിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അത് കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ കയറി വന്നു, നമ്മളിപ്പോൾ ഇറങ്ങിപ്പോയ അതേ വഴിയെ കൂടെ ഇങ്ങനെ കയറി വന്നു. ഇപ്പം ഈ 10:30 മണിയുടെ കുർബാന കഴിഞ്ഞിട്ട് നൊവേന കഴിഞ്ഞിട്ട് ആരാധനയുണ്ട്. അപ്പം ആരാധനയ്ക്ക് ഒത്തിരി പേര് പള്ളിക്കകത്തുണ്ട്. അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേനും ഒത്തിരി ലേറ്റാണ്. അത് കാരണം ഞാൻ കുർബാനയും കഴിഞ്ഞ് നൊവേനയും കഴിഞ്ഞ് താഴെ പോയി ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഉണ്ണീശോ പള്ളിയിൽ എല്ലാ ദിവസവും നൊവേനയ്ക്ക് പോകുന്നുണ്ട്. അപ്പം വിശേഷങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഈ മംഗലാപുരത്ത് ഇവിടെ അടുത്ത എവിടെയുള്ളവരൊക്കെ ഇവിടെ കുർബാനയ്ക്കും നൊവേനയ്ക്കും വരേണ്ടവർക്ക് വരാം. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണാം.